കേരള പോലീസിലെ സോഷ്യൽ മീഡിയ ടീം നിർമ്മിച്ച വൈറൽ എന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ നവമാധ്യമങ്ങളിലും യൂട്യൂബിലും ഒക്കെ വളരെയധികം ഹിറ്റാണ്. എന്തായാലും ഈ വൈറലിന്റെ സംവിധായകനും അതിലഭിനയിച്ച ശ്രദ്ധയുമാണ് ഇന്നത്തെ നമ്മളുടെ അതിഥികളായി എത്തിയിരിക്കുന്ന ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് രണ്ടു പേർക്കും സ്വാഗതം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കേരള പോലീസിന്റെ വൈറൽ എന്ന ഷോർട്ട് ഫിലിം എന്തായാലും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വൈറലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ഞങ്ങൾക്ക് കേരള പോലീസിന് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, ഇപ്പോൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അതായത് ഞങ്ങളുടെ ഫേസ്ബുക്ക് വഴി ജനങ്ങളിലേക്ക് കൂടുതൽ മെസ്സേജുകൾ ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രോൾ രൂപത്തിൽ കുറച്ച് ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ട്രോൾ രൂപത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ ട്രോളിലൂടെ പറഞ്ഞ ജനങ്ങളിലേക്ക് എത്താത്ത ഒരു വിഷയം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ വ്യാപ്തിയുള്ള ഒരു വിഷയം ഒരു ഹ്രസ്വചിത്രത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചാലോ എന്നുള്ളൊരു ആശയം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറൽ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം ഇപ്പോൾ ഞങ്ങൾ ചെയ്തത്. തീർച്ചയായും നമ്മൾക്ക് എന്തായാലും ആ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് അതിഥിയിലേക്ക് തിരിച്ചെത്താം. ചിത്രത്തിൽ പറയുന്നത് പോലെ വലിയ ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും ഈ ജനറേഷൻ്റെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈബർ ഡോമിൻ്റെ കേരള പോലീസ് ഇതുമായിട്ടുള്ള സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സൈബർ ഡോം അതുപോലെയുള്ള സൈബർ സെല്ലുകൾ, സൈബർ പോലീസ് സ്റ്റേഷനകത്ത് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ സൈബർ ഡോമിൻ്റെ എല്ലാം ചാർജ് ഞങ്ങളുടെ നോഡൽ ഓഫീസറിന് തന്നെയാണ്, ബഹുമാനപ്പെട്ട IG മനോജ് ബ്രാ സാറിന് തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്രസ്വചിത്രം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് സാറ് തന്നെയാണ് ഈ കോൺസെപ്റ്റ് ഞങ്ങൾക്ക് മുന്നിൽ വെച്ചത്. മനസ്സിലായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടെ വരുന്ന പരാതികൾ ഏറിയ പങ്കും ഇത്തരത്തിലുള്ളത് തന്നെയാണ്. കാര്യം ചിലപ്പോൾ അവരുടെ ഒരു അവിവേകം കൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു കാര്യം പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിവേകത്തിനോടൊപ്പം അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എത്രത്തോളം ആൾക്കാരിലേക്ക് ഈ മെസ്സേജ്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഈ ഓൺലൈൻ വഴി നിങ്ങളുടെ സ്വകാര്യത ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം അത്രത്തോളം ഗൗരവമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ അത് വളരെ അപകടമാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്തായാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വളരെയധികം ഹിറ്റാണ്. അതിനൊപ്പം ഇറക്കിയ ട്രോളുകളുടെ ബോധവൽക്കരണം നടത്തുക, അതും വളരെയധികം ഹിറ്റായി. അതിനുശേഷം ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുന്നു. ആരാണ് ഈ ഷോർട്ട് ഫിലിം എന്നൊരാശയം ഇതിലൂടെ കുറച്ചുകൂടെ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന ഒരാശയം മുന്നോട്ട് വെച്ചത്? അതും മനോജ് എബ്രഹാം തന്നെയായിരുന്നു അങ്ങനെ ഒരു ആശയത്തിന് പിന്നിലോ? തീർച്ചയായിട്ടും സാറ് തന്നെയാണ് ഈ പറയുന്ന ഈ പേജിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങളോടൊപ്പം ഒത്തിരി പേര് പുറത്തു നിന്ന് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിനയിച്ച ശ്രദ്ധ, പിന്നെ അതുപോലെ തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയുന്നത് ഇതൊരു 0 ബഡ്ജറ്റ് ഷോർട്ട് ഫിലിമാണ്. കാര്യം ഇതിന് വേണ്ടി ഇതിന് ക്യാമറ കൈകാര്യം ചെയ്തത് ശങ്കർദാസാണ്, പിന്നെ എഡിറ്റിങ്ങിന് ജോഷി, പിന്നെ ശബ്ദം നൽകിയിരിക്കുന്നത് 2 ആർജമാരാണ്, വൈശാഖും പാർവതിയും. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് പിന്നെ മ്യൂസിക് ചെയ്തത് ഇവരെല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. അവരിപ്പോൾ ഒരു പ്രതിഫലം വാങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ഒരു മെസ്സേജ് അവർക്ക് പൊതുജനത്തിനോടുള്ള ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ കാണണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളോട് അത്രയധികം സഹകരിച്ചു, ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഇത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഫസ്റ്റ് ഷോർട്ട് ഫിലിം തന്നെ കേരള പോലീസിന് വേണ്ടി അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ വൈറൽ എന്ന ഷോർട്ട് ഫിലിമിലെ ഗ്രാഫിക്സ് ചെയ്തത് എൻ്റെ അങ്കിളാണ്. അപ്പോൾ അങ്കിൾ വഴിയാണ് എനിക്ക് ഈ ഓഫർ വന്നത്. പിന്നെ അരുൺ സാറിനെ പരിചയപ്പെട്ടു, സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു. ആദ്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് കാരണം ഒരു കുട്ടിക്കെങ്കിലും അതിനൊരു ഹെൽപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഒരു ജനറേഷനെ തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കൂടുതലായും അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്ത് തോന്നി? ആദ്യം തന്നെ ഇത് ശരിയാണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു? സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ. എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരണമൊക്കെ ഏത് രീതിയിലാണ്? പ്രതികരണം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള പ്രതികരണം വരുന്നുണ്ട്. കൂടുതലും പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ്. കാര്യം ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴി യൂട്യൂബ് വഴിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ ഒത്തിരി കമൻറ്റുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു 5000 അടുപ്പിച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 90% പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് തന്നെയാണ്. പിന്നെ ഒത്തിരി മീഡിയാസും എല്ലാം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ളൊരു ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത മീഡിയാസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
കൂടുതലായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് മൊത്തത്തിൽ. ഇവർ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിലും ഇവരുടെ ട്രോൾ ഉപയോഗിച്ചു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയം. സാധാരണ ഇപ്പോൾ ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ ട്രെയിലർ ആയാലും ടീസർ ആയാലും ഷോർട്ട് ഫിലിമിൽ പോലും ഇറങ്ങാറുണ്ട്. എന്നാൽ ഇവർ ഈ ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നതിന് മുമ്പ് ഇറക്കിയത് ഒരു ട്രോളാണ്, ഇങ്ങനെ ഒരു സംഭവം വരുന്നുവെന്ന്. അതെന്താ അതിലും ഒരു ട്രോൾ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ ആശയം ജനങ്ങളിലേക്ക് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഇപ്പോൾ അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറുതലങ്ങളോ ചർച്ച ചെയ്യണം എന്നുള്ളതല്ല. ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഞങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൂടുതലെന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രോളുകൾ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്, ഫോളോവേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം അടുത്തതായി വരുന്നു, നിങ്ങൾ കാണണം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളൊരു ട്രോൾ എന്ന് പറയുന്ന ഒരു രീതി സ്വീകരിച്ചത്. ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കേസുകൾ കൂടുതലായും വരാറുണ്ടോ? അതായത് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ സൈഡിൽ നിന്നൊക്കെ ഈ പറയുന്ന പോലെ ഈ ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ സേഫ് അല്ല എന്ന രീതിയിലാണ് വൈറൽ എന്ന ഷോർട്ട് ഫിലിം പറഞ്ഞു വെക്കുന്നതും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിത്രങ്ങളായാലും വീഡിയോസ് ആയാലും നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഇത്രത്തോളം ഒരു പ്രശ്നം വീഴ്ച അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് വന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ത്രീ വിരുദ്ധത ഉണ്ടെന്നാണ്. പക്ഷേ ഞാൻ അത് പറഞ്ഞതിന് ആ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു 10 പ്രാവശ്യം ഞങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ സെല്ലിലെ ടീം ഞങ്ങളൊരു 10 പ്രാവശ്യം ഇരുന്ന് ഈ ഷോർട്ട് ഫിലിം കണ്ടു നോക്കി. പക്ഷെ ഞങ്ങൾ എത്ര നോക്കിയിട്ടും അതിനകത്ത് സ്ത്രീ വിരുദ്ധത വരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പോലീസുകാരെന്നതിൽ ഉപരി ഞങ്ങൾ എല്ലാവർക്കും കുടുംബമുണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരുണ്ട്, അമ്മ, ഭാര്യ, മക്കൾ. ഞാൻ 2 പെൺമക്കളുടെ അച്ഛനാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം. കാര്യം പിന്നെ അതിനപ്പുറമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇമാതിരിയുള്ള കേസുകൾ ഒത്തിരി അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പെൺകുട്ടിയുടെ ഇത്തരത്തിൽ ഒരു ചതിയിൽപ്പെട്ടിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു മുഖം കാണുമ്പോൾ ഒരിക്കലും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒരിക്കലും മാനസികമായിട്ട് പ്രിപ്പയർ അല്ലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവിവേകം കൊണ്ട്, ഈ അറിവില്ലായ്മ, നേരത്തെ പറഞ്ഞ പോലെ അറിവില്ലായ്മ കൊണ്ടായിരിക്കണം ഈ കുട്ടി ഇത്തരത്തിലൊരു ചതിയിൽപ്പെട്ടു പോയത്. അപ്പോൾ അതിന് ബോധവൽക്കരണം, അല്ലെങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചിട്ട് പിന്നെ കേസെടുത്ത് പ്രതി അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് ഫേസ് ചെയ്യാൻ, ഇപ്പോൾ ആ ആർട്ടിക്കിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാം, അപ്പം നിങ്ങൾ അതിന് നടപടി എടുത്താൽ മതി എന്നാണ് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. കാര്യം നമ്മുടെ 90% ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ 90% പേർക്കും അത് ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി കാണത്തില്ല. അവർ വരുമ്പോൾ അറിയാൻ പറ്റും. കാര്യം ഇത്തരത്തിലൊരു അവസ്ഥ ചിന്തിച്ച് നോക്കുക. ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ സഹോദരനാണ് ഇത്തരത്തിൽ ഒരു പരാതി കൊണ്ടുവന്നത്. അയാളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് വായുന്നില്ല. ഇത് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണോ? ഏതാ ഈ ഷോർട്ട് ഫിലിമോ? റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ്, ഇൻസിഡൻസിനെ എന്ന് പറയാം. കാര്യം ഇതുപോലെയുള്ള ഒത്തിരി ഇൻസിഡൻസ് സംഭവിക്കുന്നുണ്ട്, മനസ്സിലായില്ല. അപ്പൊ അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ വീഡിയോ കോളിംഗ്, അതുപോലെ തന്നെ ഫോട്ടോ ഷെയറിംഗ്, ഇതിനൊക്കെ സംവിധാനങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഒരു മുൻകരുതൽ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പ്രൈവസി പോളിസി നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇതിലെല്ലാം പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്, മനസ്സിലായില്ല. ഇപ്പോൾ ഈ വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻസിന്റെ എല്ലാം പ്രൈവസി പോളിസി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെയുള്ള അവിവേകത്തിന് നമ്മൾ മുതിരത്തില്ല. വീഡിയോ കോളിംഗ് ചെയ്യരുത് എന്നല്ല പോലീസ് പറയുന്നത്, മനസ്സിലായില്ലേ. അതിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് കടക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് പോളിസി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാര്യം ഒരിക്കലും സേഫ് അല്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇതുപോലെയുള്ള വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻസിൽ. നല്ല ശ്രദ്ധയിലേക്ക് വരുന്ന ശ്രദ്ധയുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ ഹിറ്റായിരിക്കുകയാണ്. അതും പോലീസിന് വേണ്ടിയിട്ട്. പ്രതികരണം ഏത് രീതിയിലാണ്? വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരണം കിട്ടാറുണ്ടാവും അല്ലേ? നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു, ഹസ്ബൻഡും സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാരണമാണ് ഏറ്റവും കൂടുതൽ എനിക്കിത് ചെയ്യാനുള്ള ഒരു ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? പ്രത്യേകിച്ചും ഇത്തിരി അവയർനെസ് കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രതികരണം എത്തരത്തിലായിരുന്നു ഈ ഒരു മെസ്സേജിനോട്? നല്ല കാര്യമാണ് ചെയ്തതെന്ന് ആദ്യമേ പറഞ്ഞു. നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റി, റൈറ്റ് ചോയ്സ് ആണെന്നും പറഞ്ഞു. ഈ കേരള പോലീസ് ടീമിന്റെ കൂടെയുള്ള വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേരള പോലീസ് പുള്ളിയുടെ അങ്കിൾ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സെല്ലിലെ പോലീസുകാരനാണ്. കാരുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളൊരു അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എത്ര ദിവസം എടുത്തു ഈ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്? ഷൂട്ടിംഗ് അല്ല, ഞങ്ങൾ 2 മണിക്കൂർ കൂടുതൽ 2 മണിക്കൂർ കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തെടുത്തത്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഇതിന് നല്ലൊരു പ്രതികരണം കിട്ടിക്കാണും. കാരണം ഇത് ഏറ്റവും അധികം അഡ്രസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്നായിരിക്കും അല്ലേ? സോഷ്യൽ മീഡിയ വ്യൂസും ലൈക്സും ഒരു തരത്തിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം. കൂടുതലും പോസിറ്റീവ് റിപ്ലൈസ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ടുള്ള എന്താണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേര് കാണുമല്ലോ, അത്തരക്കാർ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കൂടെ ഏറിയ പങ്കും എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് തന്നെയാണ്. നമ്മുടെ ഈ സൊസൈറ്റിയിലെ സൈബർ ആക്രമണം അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ ഈ ഇത്തരം ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ ഷെയറിംഗ് ഉപയോഗിച്ചിട്ട് എത്തരത്തിലുള്ള ക്രൈമുകളാണ് നടക്കുന്നുള്ളത്? അതായത് ഇങ്ങനെ ചതിക്കുഴികളിൽ പറ്റാതെ മനഃപൂർവ്വം ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മനഃപൂർവ്വം ഇത്തരത്തിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ അവരെ എന്താണ് പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന കേസുകൾ. അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഒരു വീഡിയോ കോൾ നടക്കുമ്പോൾ നമുക്ക് എന്താ സ്ക്രീൻ കാസ്റ്റ് വഴി അത് റെക്കോർഡ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഒത്തിരി ചോയ്സ് ഉണ്ട്. ഹാക്കിങ് പോരാഞ്ഞിട്ട് വേറെ നമ്മുടെ ഫോണിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴിക്ക് എന്താണ് ഇത്തരം വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ, അതുപോലെ എന്താണ് പണം ആവശ്യപ്പെടുക, അങ്ങനെ ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഒരു കേസ്. ഇപ്പൊ ഇതിന്റെ സംവിധാനത്തിലായാലും രചനയിലായാലും താങ്കളാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം 2 മിനിറ്റോളേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് ഫിലിം. അപ്പൊ ഈ 2 മിനിറ്റിനുള്ളിൽ ജനങ്ങളിലേക്ക് ആശയം എത്തിക്കാം, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ഞങ്ങളുടെ വെല്ലുവിളി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കൂടുന്തോറും ആൾക്കാർ കാണുന്നതിനുള്ള അതിൻ്റെ ഒരു സാധ്യത കുറയും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മെസ്സേജ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 1.5 മിനിറ്റോളേ ഉള്ളൂ ഷോർട്ട് ഫിലിം. മാക്സിമം ആ 1.5 മിനിറ്റിനുള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുജനത്തിനോട് പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള അവയർനെസ് വീഡിയോസ് ഈ ഒരു സൈബർ സെല്ലിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇതിന്റെ വിജയം പോലെ ഇരിക്കും. കാര്യം ഞങ്ങൾക്ക് മാക്സിമം ഒരു ട്രോള് പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു ആശയം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വീഡിയോയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിനെയാണ് ഇപ്പോൾ ഈ വൈറൽ എന്ന ഷോർട്ട് ഫിലിം മുന്നോട്ട് വെക്കുന്നത്. ഇതുപോലെ സമാനമായ മറ്റെന്തൊക്കെ അപകടങ്ങളാണ് ഈ സൈബർ മേഖലയിൽ ഒളിഞ്ഞു കിടക്കുന്നുള്ളത്? സൈബർ മേഖലയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യം സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തവർ വളരെ വിരളമാണ്. അപ്പം എല്ലാവരും സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവർ ഏറിയ പങ്കും തന്നെ നെറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തട്ടിപ്പുകൾ ഇതിന്റെ പുറകിലുണ്ട്. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. OTP തെഫ്റ്റ്, ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ, അങ്ങനെ അതുപോലെ ഈ ഇത്തരത്തിലുള്ള നമ്മൾ ഷോർട്ട് ഫിലിമിൽ പറഞ്ഞു വെച്ചതുപോലെയുള്ള തട്ടിപ്പുകൾ, അങ്ങനെ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകൾ ഇപ്പോൾ കൂടി വരികയാണ്. നോർമൽ ഇപ്പോൾ കാര്യം ഞങ്ങൾ ഈ പേജ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവർ പൊതുജനങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വരുന്ന 1000-ഓളം മെസ്സേജുകളിൽ ഏറിയ പങ്കും ഈ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഉപകാരപ്രദമാണ്, പക്ഷെ പരിധിയില്ലാത്ത ഉപയോഗമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ ട്രോളുകളിലൂടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി, ഇപ്പോൾ ഷോർട്ട് ഫിലിമിലൂടെ ഹിറ്റാവുന്നു. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തായാലും അത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അത് വീഡിയോ ആയാലും കാര്യം ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ പോലീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. കാര്യം ഇപ്പോൾ ഒരു വീഡിയോ പ്രൊഡക്ഷൻ അതായാലും ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. ശ്രദ്ധ, ഇതുപോലെ ഇതൊരു മെസ്സേജ് റിലേറ്റഡ് അല്ലെങ്കിൽ കേരള പോലീസിന് വേണ്ടി ചെയ്ത ഷോർട്ട് ഫിലിം അല്ലാതെ അഭിനയിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഗ്രഹമുണ്ട്. പ്രൊഫഷണലി ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡാൻസും അഭിനയം ഒക്കെ ആഗ്രഹമുണ്ട്. അഭിനയത്തിലൂടെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതും കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കേരള പോലീസിന്റെ ഒപ്പം തന്നെ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. കേരള പോലീസ് ഇനി അവസരം അതെ അതെ. ഏതായാലും വൈറൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഒപ്പം തന്നെ വലിയൊരു മെസ്സേജാണ് സമൂഹത്തിന് ഈ ഒരു ഷോർട്ട് ഫിലിമും ഒപ്പം തന്നെ സൈബർ സെല്ലും നൽകുന്നത്. വളരെയധികം നന്ദി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി എത്തിയതിന്.